മണിപ്പൂരിലെ ചുരാചന്ദ്പൂരിൽ മെയ്തേ വിഭാഗത്തിലെ യുവാവിനെ വെടിവെച്ചു കൊന്നു. കാങ്ചിങ് സ്വദേശി ഋഷികാന്ത് സിംഗ് ആണ് മരിച്ചത്. കുക്കി ആയുധധാരികൾ തട്ടിക്കൊണ്ടുപോയി കൊല ചെയ്തുവെന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അർജുൻ, പറയോ. ആര്യ, കഴിഞ്ഞ ദിവസമാണ്, അതായത് ഈ മാസം 19-ാം തീയതിയാണ് നേപ്പാളിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഋഷികാന്ത് സിംഗ് മണിപ്പൂരിലേക്ക് എത്തുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ കുക്കിയാണ്, കുക്കി വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അവർ താമസിക്കുന്നത് ഈ പറയുന്ന കുക്കി മേധാവിത്വമുള്ള ചുരാചന്ദ്പൂരിലെ ഒരു ഗ്രാമത്തിലായിരുന്നു. അവരെ കാണാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം ഈ ഋഷികാന്ത് സിംഗ് ചുരാചന്ദ്പൂരിലെ ഗ്രാമത്തിലേക്ക് എത്തുന്നത്. നേരത്തെ തന്നെ ഈ കുടുംബം, പ്രത്യേകിച്ചും ഭാര്യ അടക്കമുള്ളവർ കുക്കി നാഷണൽ ഓർഗനൈസേഷന്റെ അടക്കം അനുമതി തേടിയിരുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കുടുംബം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഭാര്യയെ കാണാനായി കഴിഞ്ഞ ദിവസം രാത്രി ഈ പറയുന്ന ചുരാചന്ദ്പൂരിലെ ഗ്രാമത്തിൽ എത്തിയിട്ടുള്ള ഋഷികാന്ത് സിംഗിനെ കുക്കി ആയുധധാരികൾ തട്ടിക്കൊണ്ടുപോയി വെടിവെച്ച് കൊല്ലുകയായിരുന്നു എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഇതിന് പിന്നാലെ ഈ ആയുധധാരികൾ തന്നെയാണ് ഇത്തരത്തിൽ ചിത്രീകരിച്ച വീഡിയോയും പുറത്തുവിട്ടിരിക്കുന്നത്. ശബ്ദമില്ലാത്ത വീഡിയോ ആണ്. അതിൽ പോയിന്റ് ബ്ലാങ്കിൽ തന്നെ ഇയാളെ നിർത്തി വെടിവെക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അയാൾ പലതവണ കേണുന്നുണ്ട്. അതായത് നേരത്തെ അനുമതി വാങ്ങിയിരുന്നു തന്നെ ഒന്നും ചെയ്യരുത് എന്നുള്ള കാര്യം. എന്നാൽ പറയുന്നതൊന്നും കേൾക്കാൻ കൂട്ടാകാതെ അവിടെ വെച്ച് തന്നെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊല്ലുകയായിരുന്നു ചെയ്തത്. എന്നാൽ ഇപ്പോൾ ഈ കുക്കി നാഷണൽ ഓർഗനൈസേഷൻ അടക്കമുള്ളവർ കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണമായി പറയുന്നത് ഭാര്യ അടക്കമുള്ളവർ, അതായത് ഈ പറയുന്ന ഋഷികാന്ത് സിംഗിന്റെ ഭാര്യയും കുടുംബവും അനുമതി തേടിയിരുന്നു എങ്കിലും അത്തരത്തിലുള്ള ഒരു അനുമതിയും കൊടുത്തിരുന്നില്ല എന്നുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരുമായിട്ടുള്ള SO അഗ്രിമെന്റ്, അതിൽ യാതൊരുവിധ നടപടിയും ഉണ്ടാകാതെ, അത് അംഗീകരിക്കാതെ പോകുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്, ഒരു വിഭാഗമാണ് ഈ പറയുന്ന കുക്കി നാഷണൽ ഓർഗനൈസേഷൻ. എന്തായാലും അന്വേഷണം വേണമെന്നുള്ള കാര്യം തന്നെയാണ് കുടുംബം വ്യക്തമാക്കുന്നത്. ആയുധധാരികൾ ഇത്തരത്തിൽ ഭാര്യയെ കാണാൻ വേണ്ടി കുക്കി മേധാവിത്വമുള്ള ഈ ഗ്രാമത്തിലേക്ക്, ഗ്രാമത്തിലേക്ക് എത്തിയെങ്കിലും അവിടെ വെച്ച് ഇയാൾ ഋഷികാന്ത് സിംഗിനെ രാത്രി തട്ടിക്കൊണ്ടുപോയി വെടിവെച്ച് കൊല്ലുകയായിരുന്നു. ഇയാൾ മെയ്തേയാണ്, മാത്രമല്ല മെയ്തേ മേധാവിത്വമുള്ള ഗ്രാമത്തിലാണ്, കാങ്ചിങ് സ്വദേശിയായിരുന്നു. അയാൾ അവിടെയായിരുന്നു താമസിച്ചിരുന്നത്. എന്നാൽ ഏറെ നാളായി നേപ്പാളിൽ ജോലി ചെയ്തു വരികയായിരുന്നു.